അമേരിക്കയ്ക്കെതിരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യയിൽ ഒരു മാസം പിന്നിടുന്ന യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 US യുദ്ധവിമാനങ്ങളും തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഇറാൻ വെടിവച്ചിട്ടു. അത്യാധുനികമായ അമേരിക്കൻ മിസൈലുകളെയും ഡ്രോണുകളെയും എത്ര വേഗത്തിൽ തകർക്കാൻ ഇറാന് സാധിച്ചത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മജീദ് മിസൈലുകൾ അടങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്താണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2021 ഇറാൻ സേനയുടെ ഭാഗമായ ഈ സംവിധാനം താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതു മുതൽ MQ-9 ഹെറോൺ തുടങ്ങിയ അത്യാധുനിക ഡ്രോണുകളെയും ഹൈ വാല്യൂ UAVകളെയും തകർക്കാൻ ഇറാന്റെ ഈ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിപ്പിക്കാത്ത പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റൻഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ വിമാനങ്ങളിലെയും ഡ്രോണുകളിലെയും വാണിംഗ് റിസീവറുകൾക്ക് ഈ മിസൈലുകളെ മുൻകൂട്ടി തിരിച്ചറിയാൻ പ്രയാസമാണ്. താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ലക്ഷ്യങ്ങളെ എളുപ്പത്തിൽ വെടിവെച്ചിടാൻ സാധിക്കുന്ന മജീദ് സിസ്റ്റത്തിന് 8 കിലോമീറ്റർ ദൂരപരിധിയും 6 കിലോമീറ്റർ ഉയരപരിധിയുമാണുള്ളത്. അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിലൂടെ അമേരിക്കയെ ഞെട്ടിക്കുന്ന അസിമെട്രിക് വാർഫെയർ രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. ഇതേ രീതി ഉപയോഗിച്ചാണ് ട്രംപിന്റെ കടുത്ത ഭീഷണിക്കിടയിലും ഗൾഫ് മേഖലയിൽ ആക്രമണം ഇറാൻ തുടരുന്നത്. സൗദിയിലെ ഊർജ്ജ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ മിസൈൽ അവശിഷ്ടം വീണു. ഇതിനിടെ ഹോർമുസിൽ ബഹ്റിൻ മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ UN-ൽ വോട്ടെടുപ്പും നടക്കും. മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടരുകയാണ്. 7 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു സൗദിയിലേക്കുള്ള ഇറാന്റെ ആക്രമണം. റഡാർ ഉപയോഗിക്കുന്നതിന് പകരം വിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുമുള്ള ചൂട് തിരിച്ചറിഞ്ഞാണ് ഈ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഇത് F-35 പോലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പോലും വലിയ ഭീഷണിയാണ്. കൂടാതെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ മിസൈൽ നഗരങ്ങളിലും ടണലുകളിലും ഒളിപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മിസൈൽ തൊടുത്തുവിട്ട ശേഷം ഉടൻ തന്നെ സ്ഥലം മാറുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് രീതിയിലുള്ള മൊബൈൽ ലോഞ്ചറുകളാണ് ഇറാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് അമേരിക്കൻ സേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ വ്യോമാധിപത്യമുണ്ടെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പുറകെയാണ് ഇറാൻ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത്. ഇറാൻ അതിർത്തിക്കുള്ളിൽ തകർക്കപ്പെട്ട F-15 ഈ വിമാനത്തിലെ ഒരു പൈലറ്റിനായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. പൈലറ്റിനെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് പ്രാദേശിക ഭരണകൂടം പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതോടെ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫ് പരസ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞു. മജീദ് മിസൈലുകൾക്ക് പുറമെ റഷ്യൻ നിർമ്മിത വെർബ മിസൈലുകളും ചൈനീസ് HQ-9B സംവിധാനങ്ങളും ഇറാൻ ഉപയോഗിക്കുന്നുണ്ടെന്നും മേഖലയിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്നും പ്രതിരോധ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ക്രൂയിസ് മിസൈലുകൾ, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ ശേഷിയുള്ള ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈലുകളാണ് വെർബ. വലിയ റഡാർ സംവിധാനങ്ങളുടെ സഹായമില്ലാതെ തന്നെ ചെറിയ സംഘങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ശത്രുക്കൾക്ക് ഈ മിസൈൽ യൂണിറ്റുകളെ കണ്ടെത്തുകയോ ആക്രമിക്കുകയോ ചെയ്യുക എളുപ്പമല്ല. കഴിഞ്ഞ ജൂലൈയിലാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഇറാൻ ഔദ്യോഗികമായി റഷ്യയോട് ആവശ്യപ്പെട്ടത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ 12 ദിവസത്തെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ആക്രമണ സമയത്ത് ഇറാന്റെ സഹായത്തിനായി എത്താതിരുന്ന റഷ്യ തങ്ങളുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആയുധങ്ങൾ നൽകുന്നത്. റഷ്യൻ ആയുധ കയറ്റുമതി ഏജൻസിയായ റോസോ ബോറൺ എക്സ്പോർട്ടും ഇറാന്റെ പ്രതിരോധ മന്ത്രാലയ പ്രതിനിധിയായ റൂഹല്ല കാറ്റേബിയും ചേർന്നാണ് കരാർ ചർച്ചകൾ നടത്തിയത്. പുതിയ ആയുധങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രം അമേരിക്കയുമായോ ഇസ്രയേലുമായോ ഉള്ള ഒരു വലിയ യുദ്ധത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ ഇറാന് കഴിഞ്ഞേക്കില്ല. എന്നാൽ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾക്ക്, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾക്കും ഇത് വലിയ ഭീഷണിയാകുമെന്ന് മോസ്കോ ആസ്ഥാനമായുള്ള പ്രതിരോധ വിദഗ്ധർ പറയുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറിയെ പിടികൂടാൻ അമേരിക്കൻ സേന ഉപയോഗിച്ചതുപോലുള്ള ഹെലികോപ്റ്റർ ആക്രമണങ്ങളെ നേരിടാൻ ഇറാന് വെർബ മിസൈലുകൾ വലിയ മുതൽക്കൂട്ടാകും. റഷ്യയിൽ നിന്നുള്ള നിരവധി ചരക്ക് വിമാനങ്ങൾ അടുത്തിടെ ഇറാനിലെത്തിയതായി ഇറാൻ അംബാസഡർ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. റഷ്യൻ സൈനിക ഹെലികോപ്റ്ററുകളായ 6 ജനുവരിയിൽ ഇറാന് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും നൽകി സഹായിക്കുന്നതിനിടയിലാണ് ഇരുവരും തമ്മിലുള്ള സൈനിക സഹകരണം പുതിയ തലത്തിലേക്ക് കടക്കുന്നത്. ഇതെല്ലാം മേഖലയിൽ യുദ്ധ സാഹചര്യം കൂടുതൽ വിപുലീകരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.